കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവില്ലേ സുജിത്ത് ഇന്ന് വിവാഹിതനായി. കുന്നംകുളം പുതുശ്ശേരി സ്വദേശിയായ തൃഷ്ണയാണ് വധു. 5 വർഷത്തെ പ്രണയം സാഫല്യമായിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ. ബന്ധുക്കളും സുഹൃത്തുക്കളും കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മളേറെ ആശങ്കയോടെ കണ്ട ദൃശ്യങ്ങളാണ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്നത്. സുജിത്തിന് ഇന്നിപ്പോൾ ഏറെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. സുജിത്തിൻ്റെ വിവാഹമാണ് ഇന്ന്. സുജിത്തിൻ്റെയും കുന്നംകുളം സ്വദേശിയായ തൃഷ്ണയുടെയും വിവാഹമാണ് ഇന്ന്. സുജിത്തെ, ഏറെ പ്രതിസന്ധികൾ മറികടന്ന് ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത്. തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. അന്നും എന്നും ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇനിയും അവർ തന്നെ മുന്നോട്ടുണ്ടാവും, കൂടെ ഉണ്ടാവും വിശ്വാസം. ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് അതെങ്ങനെയായിരുന്നു? ശരി, അതൊരു 5 വർഷത്തെ പ്രണയമായിരുന്നു. അതിന് മുന്നേ പരിചയമുണ്ട്. അത് പിന്നെ പ്രണയമായിട്ട് 5 വർഷമായി. ഇപ്പോഴാണ് അത് പൂർത്തിയായത്. വധു തൃഷ്ണ ഒരുപാട് പറഞ്ഞു, സുജിത്ത് പറഞ്ഞു 5 വർഷത്തെ പ്രണയമായിരുന്നു. അപ്പോൾ ആ ഒരു കാത്തിരിപ്പും അതൊക്കെ തന്നെ ഒരുപാട് സന്തോഷം. എന്താ പറയാ, സന്തോഷമുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ കൂടെ നിൽക്കാനായിട്ട് എപ്പോഴും ഒരാളുണ്ടാവാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അപ്പോൾ സുജിത്തിന് കൂടെ എന്നും അങ്ങനെ പിന്നെ ഇന്നും അങ്ങനെയാണ്. അതുകൊണ്ട് സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും ഞാൻ ഉണ്ടാവും. മുന്നേ ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ തൃഷ്ണയ്ക്കും എങ്ങനെയായിരുന്നു അതിനൊരു മറികടന്ന്? അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും സത്യം എന്തായാലും ജയിച്ചല്ലോ. ഗുരുവായൂരപ്പൻ സഹായിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെയുണ്ട്. TN പ്രതാപൻ മുൻ MP ഉണ്ട്. അതുപോലെ തന്നെ DCC പ്രസിഡന്റ്. എല്ലാവരും തന്നെ ഈ ഒരു വിവാഹത്തിന്റെ ഭാഗമാകാനായി എത്തിയിട്ടുണ്ട്. ഒരുപാട് നേതാക്കളുമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സുജിത്തിന്റെ കൂടെയാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കുടുംബത്തിൻ്റെയും കൂടെയാണ്. 5 വർഷത്തെ ഒരു പ്രണയ സാഫല്യമാണ് ഭഗവാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ വെച്ച് സബലീകൃതമാകുന്നത്. അതിന് കേരളത്തിലെ കോൺഗ്രസ് സുജിത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സ്വാഭാവികമായി നിൽക്കും. ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ് സുജിത്ത്. അതേപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളാണ് സുജിത്തിൻ്റെ സഹധർമ്മിണി. അതുപോലെ തന്നെ DCC പ്രസിഡന്റുണ്ട്. മാലയൊക്കെ ഊരി കൊടുത്തതാണ്. അല്ല, ഓരോ നിമിഷവും അതികഠിനമായ പരീക്ഷകളെയാണ് സുജിത്ത് അതിജീവിച്ചത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ അഭിമാനമാണ്. ഈ നിമിഷം അഭിമാനാർഹമായ ഒരു നിമിഷമായിട്ടാണ് കടന്നു പോകുന്നത്. വളരെ സന്തോഷം. തീർച്ചയായും എന്തായാലും കോൺഗ്രസ് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു നിമിഷം സുജിത്തും ഏറെ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു നിമിഷമാണ്. അതിലേക്ക് തന്നെ കടക്കുകയാണ്, പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് സുജിത്തും തൃഷ്ണയും. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.